പറഞ്ഞില്ലേ ഗേറ്റ് ഇങ്ങോട്ടാക്കിയിട്ട് ജസ്റ്റ് ഡാർക്കായി പോയില്ല. ഇതൊരവസ്ഥയാണെന്ന് പറയാം. നമുക്കിത് സ്ക്രൂ ചെയ്യാം. ഒരു വിധത്തിൽ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഇത് ടൈറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി തീറായി ഞാൻ പറയട്ടെ. നമ്മുടെ സബ് കൂട്ടൽ ഏകദേശം 8 ഇഞ്ചിട്ടാണ് വലിയ. നമ്മുടെ എക്സോസ്റ്റ് ആണ്. ഇലക്ട്രോണിക്കിൻ്റെ എക്സോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കൊടുക്കാൻ തീ വരും സാധനമാണ്. അപ്പോൾ മനസ്സിലാമാരെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാറ് കൊടുക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറേ അധികം കമൻസ് വന്ന് കൊടുക്കല്ലേ ബ്രോ. അതൊക്കെ കണ്ടിട്ട് ആക്ച്വലി എനിക്ക് തന്നെ കുറച്ച് ശോകമായിപ്പോയി കേട്ടോ. പക്ഷേ കേസ് അന്ന് സെഡായവർക്കുള്ളൊരു ഹാപ്പി ന്യൂസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ തീരുമാനങ്ങളൊക്കെ തിരിച്ച് മാറ്റി. ഇനി നമ്മുടെ ബ്ലാക്ക് എങ്ങോട്ടും പോകുന്നില്ല, ആർക്കും കൊടുക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ആ മുതൽ ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ലൈക്കടി കേട്ടോ. ഇത് അതുപോലെ ഇരിപ്പുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങളൊക്കെ റിമൂവ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അതുപോലെ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ച് ആ വീഡിയോസ് ഇട്ടിട്ട്, കാരണം പിറ്റേ ദിവസം ഇത് കൊടുക്കാന്നുള്ള രീതിയിലായിരുന്നേ. പക്ഷേ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്കന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഇൻസ്റ്റയിലിട്ടപ്പോൾ തന്നെ ഒരാൾ പോലും കൊടുക്കല്ലേ ബ്രോ, ഇനി ഇങ്ങനത്തെ ഒരു സാധനം കിട്ടൂല, കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലാക്കി കളഞ്ഞേ. എനിക്കെന്താ പറയുന്നതെന്നല്ല, ഇതാണ് നമ്മുടെ ബേബി പക്കായിട്ടിരിപ്പുണ്ട്. പക്ഷേ കേസ് കൊടുക്കുന്നില്ല. എന്താണ് കാരണം എന്നും ആര് കാരണമാണ് പെട്ടെന്ന് കൊടുക്കാൻ തീരുമാനിക്കുന്നത് എല്ലാം ചെറിയൊരു കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതാണ്. പിന്നെ നമുക്ക് ഇന്ന് പോയിട്ട് സ്പോയിലർ ഇടണം, സബ് വൂഫർ ഇടണം, അണ്ടർലൈറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. എല്ലാം നമ്മുടെ ഒരു കൊച്ചു വീഡിയോ കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നേരെ നമുക്കിതൊക്കെ ഊരാം. പൊടി പിടിച്ചിരിക്കുകയാണ്. അതിന് നമ്മുടെ ഇന്നത്തെ ഒരു സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നൈസായിട്ട് തന്നെ പ്രൊഡിക്റ്റ് ചെയ്തും ബെറ്റ് ചെയ്തൊക്കെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ സ്വന്തം റിസ്കിലേക്ക് താല്പര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ പ്രൊഫൈൽ, റെഫറൻസ്, റിബെറ്റ് എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നൈസായിട്ട് റെഫർ ചെയ്തിട്ടും ഇതിൽ മണിയും കാലൊക്കെ തന്നെ ഇൻവൈറ്റ് ചെയ്ത് ഏൺ ചെയ്യാനായിട്ട് ഒരു ലിങ്ക് കാലൊക്കെ തന്നെ ഷെയർ ചെയ്തിട്ട് 50 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ നമുക്ക് ഇതിൽ ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. അത് വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വന്തം റിസ്കിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡെപ്പോസിറ്റ്, VIP, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ്, അതുപോലെ ഡെയിലി ടോപ്പ് അപ്പ്, ഷെയർ റിവാർഡ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആക്ടിവിറ്റി സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് റെഫർ ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ നമുക്ക് എമൗണ്ട് കാലിലൊക്കെ തന്നെ മണിയായിട്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. മെയിനായിട്ട് ഡ്രാഗൺ ചേസ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിമാണ് നമുക്കിതിൽ കളിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം കളിക്കുന്നതിനനുസരിച്ച് നമുക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും എമൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ സൂപ്പർ വിൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബുദ്ധിപരമായിട്ട് കളി അറിയുന്നവർക്കാണെങ്കിൽ നൈസായിട്ട് തന്നെ ഇതിൽ പ്രൊഡിക്റ്റ് ചെയ്തു അല്ലെങ്കിൽ എമൗണ്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നൈസായിട്ട് തന്നെ മണിയും കാര്യങ്ങളൊക്കെ തന്നെ റിട്ടേൺ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപോലെയൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ 2 ഒരുപോലെ വരുമ്പോഴോ അങ്ങനെയൊക്കെയാണ് കൺഗ്രാജുലേഷൻ യു ഓൺ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡ്രാഗൺ ഗെയിം നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യാറില്ല, എല്ലാവരോടും കളിക്കണം എന്നല്ല പറയുന്നത് കേട്ടോ. അപ്പം തന്നെ നിങ്ങൾക്ക് ബിഗ് വിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാനായിട്ട് ഒരു ഗെയിം കളിക്കുന്നതനുസരിച്ച് നമുക്കിതിൽ വിൻ ചെയ്യാനായിട്ടും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വീണ്ടും നമ്മൾ നൈസായിട്ട് തന്നെ ഒരുപോലെ നമ്മളിതിൽ വെറ്റ് വെക്കുന്നതിനനുസരിച്ച് ഒരുപോലെ വരുന്നതിനനുസരിച്ച് നമുക്ക് വിൻ ആകുന്നുണ്ട്, എമൗണ്ടും കാലൊക്കെ തന്നെ കൂടുന്നുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ടൊക്കെ നമുക്ക് നൈസായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, ഒരുപോലെ സെലക്ട് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മളിതിൽ വിൻ ആവുന്നത്. അപ്പോൾ ഏകദേശം 4 കളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് നൈസായിട്ട് തന്നെ നമുക്കിതിൽ വിൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും പ്രെഡിക്റ്റ് ചെയ്തിട്ട് തന്നെ. നല്ല രീതിയിൽ സൂപ്പർ വിൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് പറയുക, വീണ്ടും ഇങ്ങനെ ഒരുപാട് വട്ടം ട്രൈ ചെയ്ത് ശീലമായി കഴിഞ്ഞ് ഗെയിമിനെ പറ്റി അറിയുന്നവർക്കാണെങ്കിൽ നൈസായിട്ട് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഇതൊക്കെ കളിച്ചിട്ട് ഇതിൽ വിൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും എന്നാണ് പറയുന്നത്, എമൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ സൂപ്പർ വിൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു വീണ്ടും വിൻ ആവുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ മണിയൊക്കെ ലോസ് ആവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് താല്പര്യം മാത്രം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. സോ എന്നാലും നമുക്കിതിൽ ഏൺ ചെയ്യുന്ന മണിയൊക്കെ നൈസായിട്ട് തന്നെ ഇത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒറ്റയടിക്കാൻ വിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏൺ ചെയ്യുന്ന മണിയും കാര്യങ്ങളൊക്കെ തന്നെ സ്പോട്ടിൽ നൈസായിട്ട് വിഡ്രോ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നൈസായിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, സ്പോട്ടിൽ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ താല്പര്യം മാത്രം നൈസായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഇത് നമ്മുടെ ബ്ലാക്ക് ബേബി നമ്മുടെ വെഹിക്കിൽ ഇരിപ്പുണ്ട്. ഞാൻ സത്യമായിട്ട് വിഷമമായി പോയി. പക്ഷെ എന്നാലും സം ഇഷ്യൂസ് കാരണമാണ്, അല്ലെങ്കിൽ ഒരു ടീം എന്നോട് ഭയങ്കര രീതി പറഞ്ഞിട്ടാണ് ഞാൻ ഒരിക്കലും കൊടുക്കൂലെന്ന് തീരുമാനിച്ച എൻ്റെ ബേബീനെ കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചു തന്നെ. പക്ഷേ ഇനി കൊടുക്കുന്നില്ല മക്കളെ, എന്തായാലും മുതലിനെ കൊടുക്കുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞുതരാം. ഇനി നമുക്ക് പോയിട്ട് ഇതാണ് സബ്ബൊക്കെ ഉണ്ട്, സബ്ബിന് സെറ്റാക്കണം, സ്പോയിലർ സെറ്റാക്കണം, കുറച്ച് പരിപാടിയുണ്ട്. ബാക്ക് ടു സെക്സി ബിച്ചാക്കാൻ പോകണം നമ്മുടെ ബ്ലാക്കിനെ. എന്നെ പോലെ തന്നെ ഒരുപാട് പേര് ഈ മുതലിനെ ഇഷ്ടപ്പെടാൻ കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഒരു മുതലിനെ മിസ്സാക്കി കളഞ്ഞാൽ അതൊരു മണ്ടത്തരായി പോകും. സോ ഇപ്പം എന്തായാലും ഈ മുത്തിന് ഇനി എവിടെയും പോകുന്നില്ല, എങ്ങോട്ടും പോകുന്നില്ല, ആർക്കും കൊടുക്കാനും പോകുന്നില്ല. ഫ്രീക്കിൻ്റെ ഐഡൻറ്റിറ്റി തന്നെയാണിത് എപ്പോഴും. ഫ്രീക്ക് ബ്ലോഗ്സ്
അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ഗ്യാരേജിൽ പോകാം. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കിയിട്ട് നേരെ ജിമ്മിൽ പോകണം. അപ്പോൾ ജിമ്മിൻ്റെ ബാഗും ഉണ്ട്. അയ്യോ വണ്ടിക്കുട്ടൽ. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഇങ്ങനെ വണ്ടി കയറുക, ലൈറ്റൊക്കെ ഇടുക, അതുപോലെ റിവേഴ്സ് ഗിയർ ഇടുക, മെല്ലെ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുക. പൊട്ടൈ. അയ്യോ. ഇവിടെയാണെങ്കിൽ ഒരു ഗേറ്റ് ഉണ്ട്. സോ സീനെ തുടക്കം തന്നെ കണ്ടൻ ശരിയാണോ എന്ന് അറിയില്ല. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഗേറ്റ് ഇങ്ങോട്ടാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് എടുത്തതാണേ. അപ്പാടെ ഗേറ്റ് കൊണ്ടുവന്ന് തട്ടി കേട്ടാ. തുടക്കം തന്നെ ഡാർക്കായി പോയില്ലോടെ. ഡാർക്കായി പോയിടാ. ഇതൊക്കെ അയ്യോ ഇതുണ്ടോ, അടിച്ച് തെറിച്ച് പോയല്ലോ. ഇതൊരവസ്ഥയാണെന്ന് പറയാം. ഇങ്ങനെ എടുത്തൊരു ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഉന്തി വരും. പെട്ടെന്ന് വരുന്ന സമയത്ത് നേരെ ഗേറ്റ് ഇങ്ങോട്ട് വന്ന് തട്ടി. 1,600 രൂപയുണ്ട് ഈ സാധനത്തിന്. അയ്യോ എന്തായാലും സീനില്ല. നമുക്ക് നേരെ പരിപാടി നോക്കാം. അവിടെ ഗ്യാരേജിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ മാറ്റാം. ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഊരി വെച്ച് നമ്മുടെ പോളോൻ്റെ ഹോണ് പിടിപ്പിക്കണം. ഇനി ഇത് ഇവിടുന്ന് പറ്റുവാണെങ്കിൽ മാറ്റണം. വരുമ്പം തന്നെ ഒരു അശ്രദ്ധയായി പോയല്ലോ അവിടെ. ഇനി സബ് ചെയ്യണം, അണ്ടർലൈറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഇത് സീറ്റ് പാഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടെ വെക്കുന്ന ലൈറ്റൊക്കെ സെറ്റാക്കണം. ആദ്യം നമുക്ക് സ്പോയിലർ പിടിപ്പിക്കാം. ഇവിടെ വെച്ചിടാം. ഇവിടെ നമുക്ക് സ്പോയിലർ ഇങ്ങനെ സെറ്റാക്കണം. ഞാൻ തന്നെയാണ് സെറ്റാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി നമുക്കിത് സ്ക്രൂ ചെയ്യാം. ഒരു വിധത്തിൽ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോ ഇത് സ്ക്രൂ ചെയ്യലാണ് മെയിൻ പരിപാടി. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പണ്ട് മുതൽ ഒരു സംഭവം സംഭവം ആയതുകൊണ്ട് തന്നെ കയറുന്നതുകൊണ്ട് തന്നെ ടൈറ്റ് ആവുന്നുണ്ട്. അമ്മേ അയ്യോ ടൈറ്റ് ആവുകയോ ഇനി അപ്പുറം നമുക്ക് ടൈറ്റ് ആക്കാം. സ്പോയിലർ ആണ് മെയിൻ എന്ന് പറയുന്നത്. പണ്ടൊരു ആന സ്പോട്ടി സ്പോയിലർ ഉണ്ട് വണ്ടി ഇറക്കിയ സമയം. ആ സ്പോയിലർ ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് ഉറപ്പായിട്ട് കമൻറ്റ്. സ്പോയിലർ ഇടുമ്പോൾ നമ്മുടെ വണ്ടി തീറായി ഞാൻ പറയട്ടല്ലോ. നമ്മൾ സ്പോയിലറിൻ്റെ പണി കഴിഞ്ഞ് ഇനി നമ്മൾ അണ്ടർലൈറ്റ് ഇവിടെ ഈ ലൈറ്റ് സെറ്റാക്കുന്ന കാര്യങ്ങളാണ് സെറ്റാക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ പിടിപ്പിച്ച് വയറൊക്കെ ഒന്ന് ചുറ്റി വെക്കാനാണ് പാട്. അപ്പോൾ നമുക്ക് സെറ്റാക്കിയിട്ടാണ്. സോ ഗൈസ് അങ്ങനെ നീണ്ട സമയത്തിന് ശേഷം ഞാൻ എൻ്റെ പൊസിഷൻ ഒരു ഉറപ്പിച്ചിട്ട് പിന്നെ ഇങ്ങനെ കുറേ വയറൊക്കെ ഉണ്ട്. ഇത് സെറ്റാക്കണം. ആദ്യം നമുക്കിത് വർക്കാണെന്ന് നോക്കാം. പിന്നെ വയർ ഡയറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ വയറിങ്ങും പരിപാടികളൊന്നുമില്ല. നമ്മൾ ജയിച്ചു. ഡോറ എങ്ങനെയുണ്ട് അവിടെ? പെർഫെക്റ്റ്. അവിടുത്തെ സെറ്റപ്പ് ആട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അണ്ടർ ലൈറ്റും ചെയ്തു, അല്ലേ ഇൻറ്റീരിയർ ലൈറ്റും ചെയ്തു. ഇത് വേണമെങ്കിൽ കുറച്ച് ഉള്ളിലോട്ടാക്കായിരുന്നു, ബട്ട് കുഴപ്പമില്ല, പോട്ടെ. സോ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ സീറ്റിൻ്റെ ഇതും കൂടെ ഇവിടെ സെറ്റാക്കാം. ഇതെനിക്ക് എന്തായാലും വേണം മസ്റ്റായിട്ട്. കാരണം ഇതില്ലെങ്കിൽ ഒരു സുഖമില്ല. ഷുവറായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ ഗിയർ നോക്കും. കാരണം മോമോ ആദ്യം ഞാൻ ഇട്ടു. പക്ഷെ മോമോ ഒരു കുഞ്ഞനായതുകൊണ്ട് ഞാൻ ആ വലിയ തെറ്റിട്ടിട്ട് എനിക്ക് അതിൻ്റെ സുഖം പിടിച്ചു പോയി. സോ അതിനുശേഷം എനിക്ക് മോമോ ഇഷ്ടമല്ല. വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ കയറ്റുക, ഇങ്ങനെ തെറ്റിക്കുക. എന്നെ എന്താണ് ബ്ലാക്ക് ബേബി ബാക്ക് ടു പവർ. ഇനി എന്താണ് ചെയ്യാനുള്ള വെച്ചാൽ ഇനി നമുക്ക് സബ് ഊഫർ ചെയ്യണം. സബ് ഊഫറിൻ്റെ വയർ ഇവിടെ ഉണ്ട്. പക്ഷേ ജസ്റ്റ് ഒന്ന് കണക്ഷൻ കൊടുക്കണം. നമുക്കിതിൽ PhD എടുത്തുകൊണ്ട് പിന്നെ ആളുടെ ആവശ്യമൊന്നുമില്ല. അത് സെറ്റാണ്. അങ്ങനെ അതിനുശേഷം നമ്മൾ സബ് ഊഫറിൻ്റെ വയറെടുത്തു. ഇതാ നമ്മുടെ സബ് ഊഫർ 8 ഇഞ്ചിട്ടാണ് വലിയ. നമ്മുടെ എക്സോസ്റ്റ് ആണ്. ഇലക്ട്രോണിക്കിൻ്റെ എക്സോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കൊടുക്കാൻ തീ വരും സാധനമാണ്. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിലെ കൂടെ ഇങ്ങനെ വയറെടുത്ത് ഇവിടെ നിന്ന് ചോപ്പറിൻ്റെ കൊടുക്കുന്നിട്ട് അങ്ങറ്റത്ത് വരെ സബ് പോവും. സബ് സെറ്റാക്കാം. പണ്ടത്തെ സെറ്റാക്കിയതിൻ്റെയൊക്കെ ഓർമ്മ വെച്ചിട്ട് നമ്മൾ ഒറ്റ കാക്കുകയാണ്. വർക്കായാൽ അവസാനം മാസമാവും. അങ്ങനെ കുറേ കാലത്തിന് ശേഷം എൻ്റെ ബേബീനെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു സന്തോഷമായി. സോ പിന്നെ ഒരു കാര്യം പെട്ടെന്ന് എന്താണ് സെയിലിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം ഞാൻ ഒരിടയ്ക്ക് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒരു പരസ്യത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഇട്ടുള്ളൂ. അപ്പോൾ തന്നെ 100-600 ആൾക്കാർ പറയുന്ന പൈസക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഫ്രീക്കിൻ്റെ വണ്ടിയല്ലേ വീഡിയോ കണ്ടെന്നൊക്കെ പറഞ്ഞ് കോൺടാക്ട് ചെയ്തു. ഞാൻ വെറുതെ ഇട്ടതായിരുന്നു പരസ്യം. മറ്റേ പരസ്യം എടുത്ത് കളഞ്ഞേ. അതിന് തന്നെ ഒരു ടീം കോൺടാക്ട് ചെയ്തിട്ട് 1 മാസം എനിക്ക് തുടർച്ചയായി മെസ്സേജ് അയച്ചു. നല്ല സബ്സ്ക്രൈബർ, നല്ല പുള്ളികളൊക്കെ കാട്ടാ, നല്ല ടീം, ആരാന്ന് പറയുന്നില്ല. പക്ഷേ ഇവരെന്നെ എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് വണ്ടി തരുമോ അതാന്നൊക്കെ നോക്കി പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞു ഒഴിവാക്കില്ല. കാരണം നല്ല എമൗണ്ടിന് തന്നെ വണ്ടി ചോദിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷേ പൈസ അല്ലല്ലോ കാര്യം, നമ്മുടെ ഒരു സന്തോഷം ഇട്ട് കൊടുക്കൂല എന്ന് ഞാൻ പറഞ്ഞു ഇവരെനിക്ക് എന്നും മെസ്സേജ് വേണം മക്കളെ, വീട്ടുകാരൊക്കെ വീഡിയോ കാണുന്ന, അത് കാണുന്ന, ഇത് കാണുന്ന, ഇപ്പോൾ പെരുന്നാളൊക്കെ ഇല്ല അതിന് ശേഷം സെറ്റാക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറേ മെസ്സേജ്. അവസാനം ഇവരുടെ സ്നേഹം കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമമായി. ഇനിയിപ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുന്ന എങ്ങനെ വെച്ചിട്ട് ഒരു മനസ്സില്ല എന്നാൽ ശരി ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു.
അങ്ങനെ എല്ലാം സെറ്റായ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു, ഇൻസ്റ്റ സ്റ്റോറി ഇട്ടു. അതിനുശേഷം ഒരുപാട് മെസ്സേജസ് കൊടുക്കല്ലേ ബ്രോ, കൊടുക്കല്ലേ. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ചെറിയ വിഷമമായി. ഇപ്പം ഞാൻ വിചാരിച്ച് ആ എടുക്കാൻ വരുന്ന ടീമിന് എടുക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അവരോട് എന്തോ പറയുക, നമ്മൾ വാക്ക് പറഞ്ഞ പോയതല്ലേ, നമുക്കങ്ങനെ വാക്ക് പറഞ്ഞാൽ വാക്കാണല്ലോ. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവരെന്തല്ലോ 2-3 കാര്യങ്ങൾ, കാരണം വണ്ടിൻ്റെ RC ഇതുവരെ കിട്ടിയില്ല. ഇപ്പോൾ ഒരു ചെറിയ ഗവൺമെൻറ്റിൻ്റെ സീനുള്ളതുകൊണ്ട് ഈ അച്ചടി സ്റ്റോപ്പ് ചെയ്ത വിഷയമുള്ളതുകൊണ്ട് അപ്പോൾ അവരത് പറഞ്ഞാൽ RC കിട്ടണം എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ നൈസായിട്ട് ഞാൻ പറഞ്ഞാൽ ഇനി കൊടുക്കില്ല, ഡീലൊക്കെ എന്തായാലും സെറ്റായി. സോ എനിക്ക് അവരെയും പ്രത്യേകിച്ചൊന്നും പറയേണ്ട വന്നിട്ടില്ല, അവരായിട്ട് തന്നെ ഇതായി, എല്ലാം സെറ്റായി. എനിക്കും എന്താ കാരണം ഇത്ര ഞാൻ വിൽക്കുമ്പോൾ ഞാൻ പണിത പൈസ ഒന്നും പകുതി പോലും എനിക്ക് കിട്ടുമില്ല. അങ്ങനെ ഹാപ്പിയായി. ഇതാ വണ്ടിയുണ്ട്. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്ത പോലെ നമ്മുടെ ബ്ലാക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. സോ അത് കൊടുക്കണ്ടല്ലോ അല്ലടാ, അതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള പോളോൻ്റെ ഫോണും കൂടിയാണ്. ചിത്തുബായി കുറച്ച് തിരക്കായിട്ടാട്ടോ, കാരണം നമുക്ക് ബാക്കി പോളോൻ്റെ ഫോണ് കൂടി പിടിപ്പിക്കണം. എന്നിട്ട് ചിത്തുബായിനെ വിളിച്ചിട്ട് വേണം നമുക്ക് ഫോൺ സെറ്റാക്കും. കാരണം ഇത് പിന്നെ ഉള്ളിൽ വരുന്ന പരിപാടിയാണ്, എൻജിൻ പരിപാടിയാണ്. ചിലപ്പോൾ നമ്മളെടുത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിൻ പവറായി പോയിട്ട് പിന്നെ കഴിയില്ല. ചിത്തുബായി സെറ്റാക്കണ്ടേ? നമുക്കിപ്പോൾ ചിത്തുബായി വരാം. ഇനി നമുക്ക് അതും കൂടി സെറ്റാക്കാനുള്ള സബിൻ്റെ വയറൊക്കെ കൊടുത്തിട്ടുണ്ട്. പാട്ട് പാടുന്നുണ്ടോ നോക്കട്ടെ. ഫൈനലി നമ്മുടെ സബ് സെറ്റാക്കി. പെർഫെക്റ്റ് കണക്ഷനൊക്കെ നോക്കിയിട്ടാണ് സബ് കണക്ഷൻ കൊടുത്ത. കറക്റ്റ് വർക്കായി. പണ്ട് നമ്മുടെ ഉള്ളിലെ കലയൊന്നും ഓണാക്കണ്ടത്. ഇനി നമുക്ക് പോളോൻ്റെ ഫോണും കൊടുക്കണം, ഫോണ് സെറ്റാക്കാം. ഇനി നമുക്ക് നൈസായിട്ടൊരു ചായ അടിക്കാം. ചായ അടിച്ചിട്ട് മൂടാക്കാന്ന് വെച്ച് വണ്ടി ഇറങ്ങിയതും പഴയ ലുക്കിലോട്ടാക്കിയതും സബ് ഇട്ടപ്പോൾ വർക്കായതൊക്കെ കൊണ്ട് ഐ എം വെരി ഹാപ്പി. അതെന്ന് പറഞ്ഞാൽ ചായ മേടിച്ച് തരാണ്. നമ്മുടെ സന്തോഷം പങ്കുവെക്കുന്നതാണല്ലോ ചായ. തട്ടുകട ചായ പ്ലസ് കോഴിക്കാർ ഞമ്മായിട്ടുണ്ട്. പവർ വരട്ടെ. ഇതുണ്ട് അവിടുത്തെ പുതിയ ജിമ്മ് അവിടെ. ഞാൻ അവിടെ കയറുന്നില്ല, നമ്മുടെ സ്ഥലത്ത് നമ്മുടെ ഫോൺ പരിപാടിയാണ്. പിന്നെ ഫോൺ സെറ്റാക്കിയിട്ടാണ്. സോ ഗൈസ് അങ്ങനെ നമ്മുടെ ഫോണ് സെറ്റായി. കൈ വന്നേ. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം സെറ്റായി. നേരെ നമുക്ക് ജിമ്മിലോട്ടാണ് പോകേണ്ടത്. ഇത് നമ്മുടെ പഴയ ഫോണാണ് കേട്ടോ, പഴയ ഫോൺ. ഇത് ആക്ച്വലി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. അതിനെനിക്ക് വേണ്ട കീ പോലത്തെ മീനിൻ്റെ ഓൺ. സോ അങ്ങനെ നമ്മുടെ വണ്ടി ബാക്ക് ടു ആക്ഷൻ കേട്ടോ. അപ്പോൾ ഇനി ഫുള്ളായിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം. ഫ്രണ്ടിൽ ഇങ്ങനെ സ്പോർട്ടി സ്കേർട്ട് ചെയ്യണം, പിന്നെ ബാർ ലൈറ്റ് ചെയ്യണം, എല്ലാം ഉടനടി സ്റ്റാർട്ടാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. ബ്ലാക്ക് ഇനി എങ്ങോട്ടും പോകില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് ഡെയിലി ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീക്വൻറ്റ് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്താൽ ഡെയിലി ബ്ലാക്ക് അപ്ഡേറ്റ് കാണാൻ പറ്റും. കുറേ കാര്യങ്ങൾ മാജിക്കൽ സാധനങ്ങളാണ് ഇനി വണ്ടി ഫുള്ളായിട്ട് വരാൻ പോകുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് പവറാട്ടാ. അയ്യോ അണ്ണാ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ വൈറലാവും. എന്നാൽ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. എക്സോസ്റ്റ് ചെയ്യണം. ഇവിടെ വന്ന് നമ്മളെ വണ്ടി പൊക്കിയിട്ട് എക്സോസ്റ്റ് അടിക്കണം. കുറച്ച് പരിപാടി. അപ്പോൾ വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഉടനടി കിടിലം വീണിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്, ലവ് യു ഓൾ.